ചേച്ചി ആൾക്കാർ ക്യൂ നിൽക്കുന്ന കാണാൻ പാടില്ലേ? നിങ്ങളുടെ കാര്യങ്ങളിവിടെ ഇത്ര ആൾക്കാരുടെ പിള്ളേർ കരയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള്? ഞങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത്ര ആൾക്കാർ ക്യൂ നിൽക്കുന്നത്, എത്ര ആൾക്കാരെ ക്യൂ നിൽക്കുന്നത്? നിങ്ങൾക്ക് ടിക്കറ്റ് ഒന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ അകത്ത് തന്നു. പിള്ളേരോടൊക്കെ ഇവിടെ കരഞ്ഞുകൊണ്ട് വെക്കണാണ്, കുഞ്ഞു പിള്ളേരുമായിട്ട്. നിങ്ങൾക്കും പിള്ളേരുള്ളതല്ലേ? നിങ്ങൾക്കത് പറ്റില്ല എന്നോ? ടിക്കറ്റ് കൊടുത്തേ നിങ്ങള്? സൂപ്രണ്ട് എന്താ പറഞ്ഞേ? ടിക്കറ്റ് കൊടുക്കണ്ടെന്ന് ഇവിടുത്തെ ഇത് ഇടുക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കണ്ടാവും അല്ലേ? ഇവിടെ എഴുതി എവിടെയും വെച്ചിട്ടുണ്ടാവോ? ഇത്ര ആൾക്കാർ മണ്ടന്മാരാണ്, വെറുതെയാണോ ഇവിടെ വന്നേക്കണേ? ഇത്ര ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നത് നിങ്ങൾ ആൾക്കാർ കാണുന്നില്ലേ? നിങ്ങൾ ആരും പ്രതികരിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇത്ര ആൾക്കാർക്ക് പ്രാന്തായിട്ടാണോ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ടിക്കറ്റ് തരാണ്? പിന്നെ എന്താ ഇങ്ങനെ ഒരു ആശുപത്രി പണിതോടെ വെച്ചേക്കണേ? ആരും ഇവിടെ ചോദിക്കാനില്ലേ? എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കാൻ. ഞാൻ മാത്രം എനിക്കിവിടെ ടിക്കറ്റ് കിട്ടിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ഇവിടെ പിള്ളേരുമായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാതെ സൂപ്രണ്ട് പറഞ്ഞാൽ കൊടുക്കാതെ നിങ്ങളൊക്കെ പിന്നെ എന്നത്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇത്ര ആൾക്കാരും എന്നത്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ ആശുപത്രിയിലേക്ക് എന്നത്തിനാ വന്നേക്കുന്നത്? ആ ലേഡി എവിടെ? എന്താ അഹങ്കാരം ഇത്? ഇവർക്കൊക്കെ സാലറി ഗവൺമെന്റ് കൊടുക്കണല്ലേ? ഈ ഗവൺമെന്റ് എങ്ങനെ സാലറി കൊടുക്കണേ? നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസ കൊണ്ടല്ലേ ഇവർക്കൊക്കെ സാലറി കൊടുക്കണേ? അല്ലാതെ നമ്മളാരും കൊടുക്കണമെന്നല്ലോ. എന്നിട്ട് ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ് പോയേക്കണേ. ഇത്ര ആൾക്കാരും എന്നെ എതിർക്കുന്ന ചേട്ടൻ പറ. ഞാൻ വീഡിയോ എടുത്തതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. എന്നെ അറസ്റ്റ് ചെയ്യുമ്പോ വീഡിയോ എടുത്ത് കാണിക്കണം നിങ്ങള്, അല്ലാതെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേ നോക്ക്, ഇത്ര ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്ര ആൾക്കാര് പുറത്തേക്ക് ഇനിയും ക്യൂ നോക്കുക. അതാ ചേച്ചി കുഞ്ഞു കൊച്ചു, ഒരു വയസ്സ് പോലും കുഞ്ഞു കൊച്ചിനായിട്ട് നിൽക്കുന്ന ചേച്ചി പോലും ടിക്കറ്റ് കൊടുക്കാതെ പോയേക്കണോ? പോയെന്തേ? ഇവിടെ സൂപ്രണ്ട് ഇവിടെ എന്നടാ നിന്നെ പോലീസ് പിടിപ്പിക്കുന്നോ? പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയാണ് ടിക്കറ്റ് കൊടുക്കാതെ. ഞാൻ പോയി ചോദിച്ചു എന്താ ടിക്കറ്റ് കൊടുക്കാത്തതെന്ന്. അതിനെ പറയാം അത് തീരുമാനമാക്കാതെ ടിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോയേക്കുന്നു. എന്താ ലേഡിയുടെ പേരെന്താ? ചേട്ടാ അയാളുടെ പേരെന്താ? ലേഡിയുടെ പേരെന്താ? ഇത് ചേട്ടാ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോണേ. പോലീസ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇങ്ങോട്ട് പൊക്കോളാം. ഇവിടെ സ്റ്റേഷൻ ഉണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കണ്ണിനൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നേക്കണം, അല്ല കണ്ണ് കാണാതെ ഒന്നുമില്ല. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പനിയും ജലദോഷമൊക്കെ ആയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ നിന്ന് ചോദിക്കാതെ തന്നെയാണ് പ്രശ്നം. ഞാൻ ഇവിടുത്തെ ഉള്ള ആളുമല്ല, ഞാൻ ഇവിടെ ഒരു തവണ വന്നിട്ടുള്ളൂ. നിങ്ങളെല്ലാം ഇവിടെ ദിവസം വരാനുള്ളൂ. ആ പോലീസിനെ വിളിക്കുക. ആരും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. പോലീസിനെ വിളിക്കുന്ന ആരോ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? എന്താ ഇത്ര ആൾക്കാർ നിൽക്കണം കാണുന്നില്ല? എന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കാത്ത? താമസം വന്നത് ചോദിച്ചതിന് എന്നെ പോലീസിനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. ഞങ്ങൾ പോലീസിനെ വിളിക്കാന്നേ. നോക്ക്, ഇത്ര ആൾക്കാർ ടിക്കറ്റ് കൊടുക്കാതെ ഇവിടെയുള്ള സ്ത്രീ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇറങ്ങി പോകാനായിട്ട് എന്താ അവകാശം അവർക്കുള്ളത്? എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ബോർഡ് എഴുതി വെക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. ഏതൊരു പ്രശ്നവും സമാധാനത്തിൽ കൂടെ. ചേട്ടാ സമാധാനത്തിൽ തന്നെയാ പറഞ്ഞത്. ചേട്ടാ ഞാൻ വളരെ സമാധാനത്തിലാണ് പറഞ്ഞത്. തർക്കിച്ചിട്ടില്ല. ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. ഇയാളോട് ചോദിച്ചോ, തർക്കിച്ചോന്ന് ചോദിച്ചോക്ക്. ഇവിടെ ഇത്ര ആൾക്കാർ ചീട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് കൊടുക്കുന്നുള്ളൂ, തീരുമാനമായിട്ട് കൊടുക്കുന്നു. നമ്മുടെ ചേച്ചി എന്താ അധികാരം അവർക്കുള്ള? അല്ല നിങ്ങൾ പോലീസിനെ വിളിക്കണ്ട, ഞങ്ങൾ തന്നെ പോലീസിൽ പൊക്കോളാം. ഇവിടെ നിന്ന ആൾക്കാർക്ക് അറിയാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. അതേ ചേച്ചി സാറ് പോയിക്കും ചേച്ചിയോട് വഴക്കൊന്നും ഉണ്ടാക്കിയൊന്നുമില്ലല്ലോ. എന്താ ചീട്ട് കൊടുക്കാൻ താമസിച്ചെന്നെ ചോദിച്ചുള്ളൂ, അല്ല വേറൊന്നും ചോദിച്ചില്ല. അതല്ല ചോദിച്ചുള്ളൂ. പോലീസിനെ വിളിക്കുക, നമുക്ക് പോലീസുകാർക്ക് ഞങ്ങൾ നേരിട്ടുകൊണ്ട് കൊടുത്തോളാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 മിനിറ്റ് സോൾവ് ചെയ്യാം. എന്നാ ഒരു ചീട്ട് കൊടുക്കാൻ പറ. ഞങ്ങൾ ഇവിടെ കുറെ നേരം നിൽക്കുമല്ലേ. കഥ പറയാതെ ടിക്കറ്റ് ചീട്ട് കൊടുക്കാൻ പറ. സമയം കഴിഞ്ഞു പോയാൽ ഞങ്ങളുടെ കുഞ്ഞിന് കുത്തിവയ്പ്പ് കൊടുക്കാൻ പറ്റുമോ? 12 മണി വരെ ഉള്ളൂ പിള്ളേർ കുത്തിവയ്പ്പ്. ഇപ്പൊ തന്നെ 12 മണി കഴിഞ്ഞു.
സോൾവ് ചെയ്യും. ഞങ്ങൾ ഇത്രയും പേര് എഴുതി ഒപ്പിട്ട് കൊടുക്കും കേട്ടോ. അവരുടെ പേരിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അല്ല കൂടുതലായിരുന്നു നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പിന്നെയും പണിയാവും. വീഡിയോ മാറില്ലാന്നേ, എനിക്ക് ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ ലേഡിയല്ലേ. വീഡിയോ ഇത് എന്തിനാന്ന് അറിയാമോ? എനിക്കത് നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിലെനിക്ക് ഇത്ര ആൾക്കാർ കേട്ടോണ്ട് നിൽക്കുക. ഞാനിവിടെ തർക്കിച്ച എന്താന്ന് എനിക്ക് കേസ് കൊടുക്കുന്നത് കാണണം. അതിന് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യണം. ചീട്ട് കൊടുക്കാൻ പറ സാറേ, ചീട്ട് കൊടുക്കാൻ പറ. നിങ്ങൾ ചീട്ട് കൊടുക്കുന്നുണ്ടോ? വർത്താനം പറയാതെ നിങ്ങൾ ചീട്ട് കൊടുക്കുക. നീ വീഡിയോ മാറ്റാം. വീഡിയോ എന്ത് മാറ്റണം? നീ അവരുടെ വീഡിയോ എടുക്കാം. നമ്മൾ ഒരു പെണ്ണിന്റെ മുന്നിൽ ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്തത് ഇത് ഞാൻ കൊണ്ടുപോട്ടെ പോലീസുകാരെ ഞങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തോളാം. അല്ല പെണ്ണിന്റെ വീഡിയോ എന്നാ നിങ്ങൾ ടിക്കറ്റ് പറഞ്ഞോണ്ടിരുന്ന സമയം പിന്നെ സമയം കളയാതെ ടിക്കറ്റ് കൊടുക്കുക. അവർക്ക് ഇരിക്കാൻ വേണ്ടി അടുത്ത ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുക. ഇല്ല, അവര് അത്ര വാശി പിടിക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് ഞാൻ മാറ്റും. ഇപ്പൊ ടിക്കറ്റ് ഇതെന്തായാലും ഞങ്ങൾ കേസ് കൊടുക്കാൻ